അടിപൊളി സൂപ്പർ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. അപ്പം നമുക്ക് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റിയിട്ടുള്ളതും അതുപോലെ തന്നെ ഈവനിങ്ങിലൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള സൂപ്പറായിട്ടുള്ളൊരു ഡിഷാണേ. അപ്പോൾ ചാനലൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടിക്കോട്ടോ. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെ വേണം. നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 1.5 സവാള, പിന്നെ നമ്മളുടെ ഒരു ക്യാപ്സിക്കം വേണം, പിന്നെ ഒരു വലിയ തക്കാളിയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. തക്കാളി വലുതാണെങ്കിൽ ഒരെണ്ണം എടുക്കാം, അല്ലെങ്കിൽ 2 തക്കാളി എടുത്തോളൂ കേട്ടോ. നമുക്ക് മെയിനായിട്ട് നമ്മുടെ ചിക്കൻ വേണം. ഒരു 3-4 കഷ്ണം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ ഞാൻ ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. കൈവച്ച് തന്നെയാണ് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായി അത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മെയിനായിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഓരോ കഷ്ണമായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നന്നായിട്ട് കഴുകി വെള്ളം തോരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതിനെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ കൈവച്ച് തന്നെയാണ് കേട്ടോ മിക്സ് ചെയ്യണേ. നമുക്ക് തന്നെ കഴിക്കാനാളുള്ളൂ. അപ്പോൾ കൈവച്ച് മിക്സ് ചെയ്താൽ അതിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങോട്ട് എല്ലാത്തിനും കിട്ടുള്ളൂ. അപ്പോൾ അതിട്ട് ഞാൻ കുറച്ച് സമയം ഫ്രിഡ്ജ് വയ്ക്കേണ്ട കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു കുഞ്ഞിക്കൈ വരുന്നുണ്ട്. ഒന്ന് തൊട്ടൊക്കെ നോക്കണം മൂപ്പർക്ക്. അപ്പോൾ ഞാനത് കഴിഞ്ഞ് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് ചീനിച്ചട്ടിയിലേക്ക് നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അടുത്താൾ നമുക്ക് ചപ്പാത്തിനെ വേവിച്ചെടുക്കാം. അപ്പോൾ ചപ്പാത്തി ഞാൻ ചുട്ടെടുക്കുകയാണ്. നന്നായി പൊളച്ച് വരുന്നുണ്ട്. നല്ല അടിപൊളി ചപ്പാത്തിയാണ് കേട്ടോ. പക്ഷേ ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് കുഴപ്പമില്ല. ഓരോരോ ചപ്പാത്തിയായിട്ട് ഞാൻ ചുട്ടെടുക്കട്ടെ. ഇന്ന് നമ്മുടെ ചിക്കനെ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇന്ന് നമുക്കിതിനെ ബോൺസൊക്കെ കളഞ്ഞ് നല്ല കുഞ്ഞാക്കി കൈവച്ച് തന്നെയാണ് ഞാൻ പിച്ചിട്ടേക്കണേ. പിന്നെ നമ്മുടെ ചപ്പാത്തിയെ നൂഡിൽസിൻ്റെ പരുവം ആ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നൂഡിൽസിൻ്റെ പരുവത്തിൽ നമുക്ക് മടക്കി വെച്ച് മുറിച്ച് വെച്ചേക്കുന്നതാണ്. ഇനി നമ്മുടെ ചീനച്ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ, ചിക്കൻ ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണയിലേക്കാണ് നമ്മുടെ സവാള ഇട്ട് കൊടുത്ത് വേവിച്ച് മൂപ്പിച്ചെടുക്കാനേ. ഇനി നമുക്കതിലേക്ക് നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ തക്കാളി കഴിഞ്ഞ് നമുക്ക് അടുത്ത ആരാണ് നമ്മുടെ ചിക്കൻ മസാലയും മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണേ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് വാടി വരുമ്പോൾ നമ്മുടെ ക്യാപ്സിക്കം അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ക്യാപ്സിക്കം അധികം വേവണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ നമ്മളതൊക്കെ ആയി വരുമ്പോൾ നമുക്ക് ചിക്കൻ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് ഒഴിക്കാം കേട്ടോ. ഞാൻ യൂസ് ചെയ്യാറില്ല. പിന്നെ വീഡിയോ എടുക്കുന്നതിൻ്റെ പേരിൽ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുന്നതാണ്. പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള ചപ്പാത്തിയും ഈ വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി അങ്ങോട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക.